മക്കളെ ബുദ്ധിമുട്ടിക്കരുത് എന്നല്ല, ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തണം. പ്രിയമുള്ളവരെ, ഞാൻ ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ 6-4 6 4 പെണ്ണ്. എൻ്റെ അപ്പനൊക്കെ കൂടി 7 മക്കളാണ്. പക്ഷേ തറവാട് അപ്പനെ കിട്ടി ഭാഗ്യം കൊണ്ട്. തറവാട് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ 2 സാധനം ബോണസ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? അപ്പനും അമ്മയും അത് ഫ്രീ ആയിട്ട് കിട്ടുക. വീട്ടില് 10 മക്കളുണ്ട്, പിന്നെ അപ്പനും അമ്മയും 12, പിന്നെ 2 ഫ്രീ ആയിട്ട് കിട്ടിയേക്കണം. അപ്പൊ മൊത്തം എത്രയായി? 14. ഒരു ജില്ലക്കുള്ള ആളുണ്ട് വീട്ടിൽ. അപ്പോ ഈ ഇത്രയും പേരെ കാണാൻ വേണ്ടിയിട്ട് അപ്പന്റെ പെങ്ങന്മാര്, അമ്മായിമാരിടക്ക് വരും. ഒരൊറ്റക്കാണ് വന്നത്, അവരും കൊണ്ടുവരും ആരെങ്കിലും ഒക്കെ. അപ്പൊ അവരൊക്കെ കൂടി വീട്ടിൽ വരുമ്പോൾ ഒരു 10-16 പേരുണ്ടാവും. അപ്പൊ അപ്പന്റെ പെങ്ങള് വീട്ടിൽ വരുമ്പോ അപ്പൻ അല്ലെങ്കിൽ സാധാരണ എല്ലാ ദിവസവും പരിപ്പും കടലായിരിക്കും. പക്ഷെ ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് മാത്രം അപ്പൻ മുട്ട കൊടുത്തോളൂ. പ്രിയമുള്ളവരെ, മുട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു 12 മുട്ട, 2 മുട്ട. അത് കാഴ്ചവെപ്പിന് അമ്മ മേടിക്കണ പോലെ, ഇങ്ങനെ ആ കാഴ്ചവെപ്പിന് മേടിക്കണ പോലെ അമ്മ ഇങ്ങോട്ട് മേടിച്ചിട്ട് ഒരു നാഴി പോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെട്ടിയിട്ടിട്ട് 2 കുലുക്കിട്ട് ചീനവല വീശണം. ഒരു ഒറ്റ വീശിങ്ങോട്ട് വീശിയിട്ട് ഇങ്ങനെ മുറിച്ചിങ്ങോട്ട് എടുക്കും. 40-50 കഷ്ണമാണ് അമ്മ മുറിച്ചെടുക്കണം 2 മുട്ടയും. 5-5000 പേർക്ക് അത്ഭുതം. അതൊന്നും എനിക്കൊരു അത്ഭുതമൊന്നുമല്ല. എൻ്റെ അമ്മ മുറിച്ചെടുക്കണം മുട്ടയുടെ അളവെന്ന് വെച്ചാൽ അതെനിക്ക് എന്നെ ഒടുക്കത്തെ അത്ഭുതം. പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒരുമിച്ച് കൂടെ പോയി. മുട്ടക്ക് 2 കളർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു 20 വയസ്സായപ്പോഴാണ്. ഞാൻ പേര് ഒറ്റ കളറാണെന്ന് വിചാരിച്ചിരിക്കും. ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ, ഈ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ 2 കളർ ഉണ്ടെന്ന് ഞാൻ പിന്നീടാണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ, ഒരു ചേട്ടൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാമോ, അച്ഛനൊക്കെ 10 മക്കളല്ലേ? അതെ അച്ഛൻ, ഞങ്ങൾ 13 മക്കളാണ് അച്ഛാ. പാലിന്റെ നിറം വെള്ളയാണെന്ന് 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയാണ് അച്ഛൻ ഞാൻ പഠിച്ചത്. ഇവിടെ എനിക്ക് കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കണം. പാലിന്റെ നിറം വെള്ളയാണെന്ന് ഞാൻ പഠിച്ചത് ഇമ്പോസിഷൻ എഴുതിയാണ്. ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാതാപിതാക്കൾ നമ്മളെ വളർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ അത് ഒരിക്കലും ചിന്തിക്കരുത്. എന്താണ്? അവർ നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് ചെയ്യണേല്ല, മറിച്ച് അവർ ട്രെയിനിങ് എടുത്തതാണ്. എൻ്റെ ഈ കുഞ്ഞ് ഒരിക്കൽ അമ്മയാകാനുള്ളതാണ്, അപ്പനാകാനുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കായിരുന്നു. അത് ചിലപ്പോഴൊക്കെ വിട്ടുപോവാണ്.